അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഫ്രണ്ട്സ്, ബിസ്മി വേൾഡ് എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി തലശ്ശേരി ദം ബിരിയാണിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബിരിയാണി വെക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 1.5 കിലോ ബസ്മതി റൈസാണ്. 5 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കനം കുറച്ച്, ഒരു 7 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ചോറിനിടാനായിട്ട് ഇച്ചിരി കിസ്മസും നട്ട്സും, കുറച്ച് മല്ലിയില. സ്റ്റൗ കത്തിച്ച് പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് മിക്സിക്കകത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് സവാള വാടി ഇതിന് എടുക്കുക ചോറിനിടാൻ വേണ്ടി. ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചതാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. സാധാരണ തലശ്ശേരി ദം ബിരിയാണിക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ഇടാറില്ല. പക്ഷെ ഞാനിപ്പം ഒരു സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടതാണ്. എരിവിന് സാധാരണ ഇടുന്നത് കുരുമുളകും പച്ചമുളകും ഒക്കെ ഇടുന്നത്. പകരം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അങ്ങ് ഒഴിവാക്കും. പക്ഷേ എനിക്കിപ്പം തോന്നി ഒരു സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി, അങ്ങനെയാണ് ഇട്ടത്. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. തലശ്ശേരി ദം ബിരിയാണി വെക്കാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ഇറച്ചി നാടൻ കോഴിയിറച്ചിയാണ്. ഇത് 4 കിലോ ഇറച്ചിയാണിത്. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. നമുക്കൊരു സ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇറച്ചി ആവിയിലൊന്ന് വെന്ത് വരട്ടെ.
ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ആവിയിലിരുന്ന് വെന്ത് കിട്ടും. ഇറച്ചി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ 3 തക്കാളിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. നാടൻ കോഴിയിറച്ചി ആയതുകൊണ്ട് വേവാൻ കുറച്ച് സമയമെടുക്കും. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഈ ആവിക്കകത്ത് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. മസാലയൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ചോറ് തയ്യാറാക്കാം. ചോറിന് ആവശ്യമായിട്ടുള്ള കിസ്മിസും നട്ട്സും നമുക്ക് മൂപ്പിച്ചെടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കിസ്മിസ് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കാം. നട്ട്സും കൂടെ വറുത്തെടുക്കാം. നട്ട്സ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചോറ് വെക്കാൻ വേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പാത്രം ഒന്ന് ചൂടായി വരട്ടെ. പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വളമായിട്ട് ഇത് മാറ്റി വെച്ചിരുന്നു, അത് നമുക്ക് ചോറിനിട്ടു. ഉള്ളി നന്നായിട്ട് വാടി വരും. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് പട്ടയും ഗ്രാമ്പും ഇട്ടിടുക. മുളക് ഇട്ട് കൊടുക്കുക. നമുക്ക് ചോറ് വെക്കാനായിട്ട്, ബിരിയാണി വെക്കാനായിട്ട് 1.5 കിലോ ബസ്മതി റൈസാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് ഒരു പാത്രമുണ്ട്, 1.5 കിലോ അരിയാണ്. ഇതിന് 2 പാത്രം വെള്ളം നമ്മൾ ഒഴിച്ചുകൊടുത്ത് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ചോറിന് ഇതിന് 2 പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യമേ ഒരു പാത്രം ഞാൻ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കട്ടായി പോയേ. ചോറിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന്. ചോറിന് വെച്ചേക്കുന്ന വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചോറിനുള്ള മസാല റെഡിയാകും നമുക്ക് നോക്കാം. കുറച്ചും കൂടെ വേവാനുണ്ട്. നാടൻ കോഴി ആയതിൻ്റെ ഇച്ചിരി വേവ് കൂടുതലാണ്. വെയിറ്റ് ചെയ്യണം. അപ്പം ചോറിനുള്ള വെള്ളം തിളച്ചൊന്ന് നോക്കാം. വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം.
തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടപ്പടച്ചു കൊടുക്കണം. നമ്മുടെ ചോറെല്ലാം തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട്. നമ്മുടെ ചോറ് റെഡിയായി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വേകാനുണ്ട്. അത് വെയിറ്റ് ചെയ്യും. നമ്മുടെ ചോറ് റെഡിയായി ഒന്ന് നോക്കാം. നമുക്കിതിനാവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ചോറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ബിരിയാണി ചോറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ്. നാടൻ കോഴിയിറച്ചി ആയതുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കേണ്ടി വരുന്നത്. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ചോറിട്ട് കൊടുക്കാം. ചോറ് ദം ചെയ്യാം. നമ്മുടെ ചോറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ രുചികരമായ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.